കഴിഞ്ഞ ദിവസം ആങ്സൈറ്റി ആൻഡ് ഓവർ തിങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അതിനുശേഷം കുറെ മെസ്സേജസ് വന്നു. ആങ്സൈറ്റി ഓവർ തിങ്കിങ് ഉണ്ട്, അത് വീട്ടിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും മെത്തേഡ്സ്, എക്സർസൈസ് അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. നന്നായിട്ട് വിൽ പവർ ഉള്ള, എഫർട്ട് എടുക്കാൻ തയ്യാറാണെന്ന് റെഡി ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അല്ലാതെ എന്നെ കൊണ്ടിട്ട് ഒന്നിനും പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു തെറാപ്പി സപ്പോർട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് മെത്തേഡിലോട്ട് പോകാം. ആങ്സൈറ്റി എന്താണെന്നുള്ളത് അറിയാമല്ലോ. ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ആൻസർ ചെയ്യപ്പെടാത്ത ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലൂപ്പിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് നാളെ ഒരു എക്സാം ഉണ്ട്. അപ്പൊ എക്സാമിനെ കുറിച്ചിട്ടൊരു ചിന്ത സ്റ്റാർട്ട് ചെയ്യുന്നു. എക്സാമിന് എനിക്ക് എഴുതാൻ പറ്റുമായിരിക്കുമോ, ഞാൻ പഠിച്ചത് തന്നെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്, അഥവാ എഴുതാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ഫെയിൽ ആയി പോകുമോ, ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓവർലോഡ് ആകുകയും ലാസ്റ്റ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റിലോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോഴാണ് നമ്മൾ സ്റ്റക്ക് ആയി പോകുന്നതെന്ന് പറയുന്നത്. സ്റ്റെപ്പ് 1, സമാധാനമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക. ഇരുന്നതിന് ശേഷം സ്ലോയിൽ ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക. അല്പനേരം ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വളരെ സ്ലോയിൽ പുറത്തേക്ക് വിടുക. ഇത് തന്നെ ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്യണം. ഓട്ടോ പൈലറ്റ് മോഡിലാണ് ഈ ചിന്തകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കൺട്രോളിലല്ല. അപ്പൊ അതിൽ ഇന്ന് പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ആവാൻ അല്ലെങ്കിൽ അതിനൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡ് ഒന്ന് കുറയ്ക്കുവാണ് ത്രൂ ബ്രീത്തിങ്. കാരണം ബ്രീത്തിങ്ങിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചിന്തകളെ പകുതി നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് 3 തവണ ചെയ്ത ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 2, നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചിന്തിച്ച് തുടങ്ങിയത് എവിടെ നിന്നാണെന്നുള്ളത് സ്വയം ഒന്ന് ആലോചിച്ച് കണ്ടെത്തുക. ഇപ്പൊ ചിലർക്ക് പേടിയെന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറ്റുമോ, എനിക്ക് ഒരു സൊസൈറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ആൾക്കാരനെ എങ്ങനെ ജഡ്ജ് ചെയ്യും, അങ്ങനെ ഏത് കാരണം ആയിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും സ്റ്റാർട്ട് ആകുന്നത്. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ ആങ്സൈറ്റി നമുക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആകാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ കൃത്യമായിട്ട് ചിന്തിച്ച്, സമയമെടുക്കും ചിലപ്പോൾ, സമയമെടുത്ത് ചിന്തിച്ച് കണ്ടെത്തുക. സ്റ്റെപ്പ് 3, റൂട്ട് ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ കൊടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് മൈൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതും അവിടെ നിന്ന് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതും ഒക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മൈൻഡ് കൺവിൻസ് ആയേക്കും. ഉദാഹരണമായിട്ട് പറയാന്നുണ്ടെങ്കിൽ, നാളെ എക്സാം ഉള്ള ഒരു വ്യക്തി ചിലപ്പോൾ ആലോചിച്ച് തുടങ്ങുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ചത് തന്നെ ആയിരിക്കുമോ നാളെ ചോദിക്കുന്നത് എന്നുള്ളതായിരിക്കും. അപ്പൊ അതിനൊരു ആൻസർ നമ്മൾ അവിടെ തന്നെ കൊടുക്കുക. ചിലപ്പോൾ അല്ലായിരിക്കും എന്നുള്ള ഒരു ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ മൈൻഡ് ഒരു പക്ഷേ കൺവിൻസ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ കൊടുക്കുന്ന ആൻസറിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രിക്കോഷൻസും കൂടെ ആഡ് ചെയ്യാം. അതുകൊണ്ടിട്ട് കൂടുതൽ എനിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്, ഒന്നും കൂടെ നോക്കാം എന്നുള്ള ഒരു കാര്യം അവിടെ സെറ്റ് ചെയ്താൽ മതി. സ്റ്റെപ്പ് 4, കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കുക. കൗണ്ടർ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അൺആൻസേർഡ് ആയിട്ടുള്ളത് നമുക്കിപ്പോ അറിയാം, അതിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. ഉദാഹരണമായിട്ട് കഴിഞ്ഞ സ്റ്റെപ്പിൽ പറഞ്ഞതുപോലെ തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ മൈൻഡിൽ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, ഞാൻ പഠിക്കുന്നതല്ല നാളത്തെ എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമായിരിക്കും. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ പഠിക്കാത്ത ഒരു ചോദ്യമാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്തൊക്കെയാണ് ഇനി പ്രിപ്പയർ ആകാനായിട്ടുള്ളത്, എക്സ്ട്രാ ഏതൊക്കെ ടോപ്പിക്സ് ഞാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്, ഏതെങ്കിലും കാര്യം ഞാൻ വീണ്ടും നോക്കേണ്ടതായിട്ടുണ്ടോ, അങ്ങനെയുള്ള കൗണ്ടർ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം. അതിന്റെ എയിം എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യനെ, ഫസ്റ്റ് ക്വസ്റ്റ്യനെ ഒപ്പോസ് ചെയ്യുവാണ്, എതിർക്കുവാണ്. ആ ഒരു ലൂപ്പിനെ വീക്ക് ആക്കാനും ചിന്തകളുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും ഈ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് വളരെ ഇന്റലിജന്റ് ആയിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഈ ഒരു ആങ്സൈറ്റി എന്ന് പറയുന്നത് എന്താ. സ്റ്റെപ്പ് 5, നേരത്തെ കൂട്ട് ഒരു സ്ഥലത്ത് സമാധാനമായിട്ട് ഇരുന്നിട്ട് ബ്രീത്ത് നന്നായിട്ട് സ്ലോയിൽ എടുക്കുക, ഹോൾഡ് ചെയ്യുക, പുറത്തേക്ക് വിടുക. അതൊരു 30 സെക്കൻഡ് കണ്ടിന്യൂ ചെയ്യണം. ചുറ്റും ഒന്ന് നോക്കുക. നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് കാണാൻ പറ്റുന്ന 3 സാധനങ്ങൾ മനസ്സിൽ പറയുക. ഇപ്പൊ ചിലപ്പോൾ ചെയർ കാണാം, ടേബിൾ കാണാം, ബുക്ക് കാണാം, അങ്ങനെയുള്ള ഏതെങ്കിലും 3 സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതിന്റെ നെയിം സ്വന്തമായിട്ട് മനസ്സിൽ പറയുക. ആ ഒരു പ്രസന്റ് മൊമെന്റിൽ കേൾക്കുന്ന 3 സൗണ്ടുകൾ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതും മൈൻഡിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുക. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം, ഉദാഹരണമായിട്ട് ഫാൻ കിടക്കുവാണ്, തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, 1 2 3 കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുക. ഇത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ, നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ പ്രസന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ലൂപ്പിനെ വീക്കാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പ്രസന്റിലേക്ക് ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഏകദേശം നല്ല ഒരു രീതിയിൽ അവിടെ കട്ടായി പോകും. കാരണം ആങ്സൈറ്റി എപ്പോഴും അവിടെ സർവൈവ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഫ്യൂച്ചറിലാണ്. നമ്മളിപ്പോ പ്രസന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ആങ്സൈറ്റി ബ്രേക്ക് ആവും. അവിടെ ഫിയർ മാത്രമായിരിക്കും, അതിന് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. സ്റ്റെപ്പ് 6, എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി സഡൻ ആയിട്ട് ചെയ്യുക. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു 4 5 സ്റ്റെപ്പ് വേണമെങ്കിൽ നടക്കാം, എന്നിട്ട് വേണമെങ്കിൽ തിരിച്ചു വന്നിരിക്കാം. അതൊരു ആക്ടിവിറ്റിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പോയി ഒരു ബുക്ക് എടുക്കുക, ഓപ്പൺ ചെയ്യുക,
ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി എന്തെങ്കിലും ഒരു കാര്യം ഒരു ബുക്കിലോട്ട് എഴുതി വെച്ചിട്ട് തിരിച്ചു വന്നിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ആകാം, കൈയും കാലും എല്ലാം ഒന്ന് അനങ്ങണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫിസിക്കൽ ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിന് അതിന് മുമ്പ് ചെറിയൊരു പാരാലിസ് പോലുള്ള ആൻസൈറ്റി കാരണം സ്റ്റക്ക് ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനകത്തുനിന്ന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് റിക്കവർ ആവും. റിക്കവർ ആയി കഴിഞ്ഞാൽ 100% ഈ ആൻസൈറ്റിയുടെ ലൂപ്പിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ളതാണ് അർത്ഥം. ഈ പറഞ്ഞ 6 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് എഫർട്ട് എടുത്ത് സിൻസിയർ ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്തുണ്ടായ ആൻസൈറ്റിയിൽ നിന്ന് തീർച്ചയായിട്ടും റിക്കവർ ആകാനായിട്ട് പറ്റും. സ്ഥിരമായിട്ട് നിങ്ങളെ ആൻസൈറ്റിയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും എന്നുള്ളതല്ല പറയുന്നത്. ആ ഒരു സമയം ഒരു എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർ പുറത്തു പോയി തിരിച്ചെത്താൻ ലേറ്റ് ആവുന്നു, ചിന്തകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴോ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിട്ടുള്ള സൊല്യൂഷൻ 100% നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്നാൽ തന്നെയും നിങ്ങളുടെ ആൻസൈറ്റിയുടെ റൂട്ട് കോസ്, അതായത് ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഡീപ്പായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിൽ മറ്റേതെങ്കിലും ഒരു ഏജിലൊക്കെ കടന്നുകൂടിയതായിരിക്കാം. അത് സ്ഥിരമായിട്ട് എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ തെറാപ്പി സപ്പോർട്ടിലോട്ട് തന്നെ പോകേണ്ടതായിട്ട് വരും. അങ്ങനെ ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഈ മെത്തേഡൊന്നും വർക്ക് ആകുന്നില്ല എന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്പർ ഇവിടെ കൊടുത്തേക്കാം.